പ്രചോദനമാവുക അതൊരു ചെറിയ വാക്കല്ല. പ്രചോദനമാകുന്നവരെ നമ്മൾ വളരെ കാര്യത്തോടെ നോക്കിക്കാണുകയും ചെയ്യും, അവരെ അടുത്തറിയാൻ ശ്രമിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അതിഥിയാണ് ഇന്ന് റേഡിയോ സുനോയിൽ. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അഡ്രസ് ഗേറ്റ്വേയുടെ ഫൗണ്ടർ ഷംസീർ ഹംസ. നമസ്കാരം. നമസ്കാരം അപ്പുണ്ണി. എനിക്ക് സാറിന് വിളിക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഇല്ല, ബ്രോന്ന് മാത്രം വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം ബ്രോ? നല്ല വിശേഷം. ഓക്കെ, എത്ര നാളായി ഖത്തറിൽ എത്തിയിട്ട്? എത്ര നാളായി ഖത്തറിൽ എത്തിയിട്ട് ഇപ്പോൾ 11 വർഷമായി. 11 വർഷം. എൻ്റെ ഒരു ക്യാരക്ടറിലൊരു പ്രത്യേകത, ഞാൻ എവിടെ വലിയ ബോർഡുകൾ, പുതിയ ബോർഡുകൾ ഇതൊക്കെ വന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് നോക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ ഡീലിംഗ് ഡോട്ടിൽ അഡ്രസ് ഗേറ്റ്വേ എന്ന് പറയുന്ന ബോർഡ് കാണുന്നു, നമ്മുടെ പുതിയ ഓഫീസിൻ്റെ. അത് ശരിക്കും എനിക്ക് ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നെങ്കിലും അതിൽ ഞാൻ അത്രയും ഹുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ബോർഡിലാണ് ഹുക്ക് ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് ഇതിന് ബിഹൈൻഡ് ദ സീൻ, ഇതിന്റെ പുറകിൽ ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് ബ്രോ ആണെന്ന് മനസ്സിലായത്. അപ്പൊ എന്തായാലും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന അഡ്രസ് ഗേറ്റ്വേ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യം എന്താണ്? ആക്ച്വലി ഞാൻ 11 വർഷമായി ഖത്തറിൽ. പിന്നെ ഒരു ബിസിനസ് സെറ്റപ്പ് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസിൽ ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഒരു 10th ഇയർ സെലിബ്രേഷൻ എന്ന രീതിയിലും പുതിയ കുറച്ച് ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ലൊക്കേഷൻ വേണമെന്നും അത് ഒരു വിസിബിലിറ്റി ഉള്ള ഒരു നമ്മുടെ ബ്രാൻഡൊക്കെ ആളുകൾ കാണുന്ന രീതിയിൽ വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഡീറിംഗ് റോഡിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് വരാൻ കാരണം. അല്ലെങ്കിൽ നോർമലി ഒരു ടവറിലേക്ക് നമുക്കൊരു ഓഫീസ് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു വിസിബിലിറ്റി വേണം എന്നുള്ളതുകൊണ്ടാണ്. അതായത് 10th ഇയർ ആയില്ലേ, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ കൊണ്ടുപോകണം പിന്നെ എന്ന രീതിയിലാണ് അങ്ങോട്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് വരാൻ വേണ്ടി കാരണം. 10th ഇയർ എന്ന് പറയുന്ന മൈൽ സ്റ്റോണിനെ അടയാളപ്പെടുത്താൻ വേണ്ടി അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ. ശരിക്കും ഇപ്പോൾ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് ഒരാൾ വരികയാണ്, എനിക്കൊരു ആശയമുണ്ട്, ഒരു ബിസിനസ് ആശയമുണ്ട്, അതല്ലെങ്കിൽ ഞാനൊരു റണ്ണിങ് ബിസിനസ് നടത്തുന്ന ഓൺഗോയിങ് ബിസിനസിന്റെ പാർട്ടാണ്. ഏതൊക്കെ കാര്യങ്ങളിലാണ് അവിടെ ഗേറ്റ് വേ ഓപ്പൺ ആക്കുന്നത്? ആക്ച്വലി അപ്പുണ്ണി പറഞ്ഞ പോലെ തന്നെ ഒരു ഗേറ്റ് വേ ആണ് അത്. ആക്ച്വലി ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടി വരുന്ന ആശയമുള്ള ആളുകളായിരിക്കാം. ചില ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ പ്ലാൻ ഉണ്ടാകും. ചില ആളുകൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. പുതുതായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് അവർ അതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും അവർ എന്താണ്, എങ്ങനെ തുടങ്ങണം. കാരണം നമ്മുടെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിസിനസ് തുടങ്ങാൻ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് കമ്പനികൾ നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് മാർക്കറ്റിലേക്ക് പോയ കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആശയം മാത്രം കൊണ്ടുവരുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ക്ലയൻസിന്റെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ പോകണം, ഇങ്ങനെ റോഡ് മാപ്പ് കൊടുക്കും. അവരിപ്പോൾ പാർട്ട്നേഴ്സും കൊണ്ടൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ 2, 3, 4 പാർട്ട്നേഴ്സൊക്കെ ആയിട്ടായിരിക്കും ചില ആളുകൾ വരും. അപ്പൊ പാർട്ട്നേഴ്സ് തമ്മിലുള്ള നല്ലതും ചീത്തവുമായിട്ട് എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് ആ ഒരു റോഡ് മാപ്പ് ആണ്. അതോടൊപ്പം തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശവും ഒരു ഉത്തരവാദിത്വം ഇതിലുണ്ട്. അപ്പൊ ഇതില് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? അഡ്രസ് ഗേറ്റ്വേ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നമ്മളൊരു കമ്പനി ഫോർമേഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ്, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികളാണെങ്കിൽ അവർക്ക് വേണ്ട ബുക്ക് കീപ്പിംഗ് സർവീസ്, അത് കഴിഞ്ഞ് അവർക്ക് വേണ്ട അത് കഴിഞ്ഞിട്ടും മിനിസ്ട്രിയിലുള്ള കുറെ PRO സർവീസസ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഒരു കമ്പനിക്ക് വേണ്ടതാണ് വെബ്സൈറ്റ്, അവരുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത്, അവരുടെ ഇപ്പോൾ കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഇവന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ. അതോടൊപ്പം ഇപ്പോൾ ഷംസീർജിയുടെ അടുത്തേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ലോകത്ത് എവിടെയാണെങ്കിലും സ്റ്റാർട്ടപ്പുകൾ വരുന്നു, 10% വിജയിക്കുന്നു, 90% പരാജയപ്പെട്ട കഥകളാണ് കേട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ആശയം ഉണ്ടാകും, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, അതിന് പറയാൻ ഒരു പിന്നെ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല ചില ആളുകൾക്ക്. അതായത് ഒരിക്കലും ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ് അല്ല.
പ്രോസസ്സല്ല. ഒരു ടൈം എടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ടൈമും എനർജിയും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ചിലപ്പം അതിൻ്റെ ഒരു ബ്രേക്ക് ഈവൻ സ്റ്റേജിൽ വരെ പിടിച്ചു നിൽക്കാനുള്ള ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും മെയിൻ റീസൺ ഒന്ന്. പിന്നെ ഈ ആക്ച്വലി പപ്പുണ്ണി പറഞ്ഞ പോലെ അത് നിർത്തിപ്പോകുന്ന ആളുകൾ വേണ്ടത്ര രീതിയിലുള്ള ഒരു കേസ് സ്റ്റഡിയോ ഒരു ഫീസിബിൾ സ്റ്റഡിയോ ചെയ്യാതെ വരുന്ന ആളുകളാണ് നിർത്തി പോകാറുള്ളത്. വ്യക്തമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ പ്ലാനും ഒരു ബ്രേക്ക് ഈവൺ ചെയ്യുന്നത് വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലും ബഡ്ജറ്റ്, ഇപ്പോൾ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിർത്താറില്ല. ഒരു ആവേശത്തിന് പുറത്ത് വന്ന് ട്രൈ ചെയ്യുന്ന ആളുകളാണ് നിർത്തിപ്പോയിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രൈ ചെയ്യുന്നവരാണ് നിർത്തിപ്പോയിട്ടുള്ളത്. അങ്ങനെ ഈ ബിസിനസ് എന്ന് പറഞ്ഞ ട്രൈ ചെയ്യേണ്ട ഒരു വിഷയമല്ല ആക്ച്വലി. അത് ശരിക്കും അത് എന്താ പറയാ, നമ്മള് പിന്നെ ഒരു നദിയിലോ അല്ലെങ്കിൽ കുളത്തിൽ ചാടുന്ന പോലെ, അതായത് നീന്താൻ മനസ്സിലായി ഉള്ള ഒരു എത്തണമെന്ന് നിശ്ചയിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ബിസിനസ്. ഈ നിർത്തി പോകുന്ന ആളുകളൊക്കെ ട്രൈ മെന്റാലിറ്റി ഉള്ളതായിരിക്കാം എന്നാണ് എൻ്റെ. പിന്നെ രണ്ടാമത്തത്, ഈ അവർ തുടങ്ങിയ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ചിലപ്പം ആ സമയമാകുമ്പോഴേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ബ്രേക്ക് ഈവൺ ആക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വേറെ വഴിയൊന്നുമില്ലാതെ നടത്തുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക സ്റ്റാർട്ടപ്പുകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിരിക്കും പലപ്പോഴും. എന്താണ് ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി അത് വലിയ ടോപ്പിക്കാണ് അപ്പുണ്ണി ആക്ച്വലി. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇപ്പോൾ ഈ വളരെ വലിയ ഒരു ചോദ്യമാണ് ആക്ച്വലി. പാർട്ട്നേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിനിമം ആ ആശയം, നമ്മൾ ചെയ്യാൻ പോകുന്ന ആശയത്തിൽ രണ്ടുപേരും എന്തായിരിക്കണം, ഒറ്റ പേജിലായിരിക്കണം എന്നുള്ളതാണ്. അതെ, കാര്യം നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പരസ്പരം ആദ്യമേ പറഞ്ഞു വെക്കണം. ഈ പറഞ്ഞ കറക്റ്റ്, ഞാൻ ഒരുപാട് എൻ്റെ ഇതിൽ തന്നെ ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങാൻ ഭയങ്കര അവര് ഒരുമിച്ചായിരിക്കും വരുന്നത്, പിന്നെ വരുന്നത് പിരിയാനായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്കും ആദ്യം തുടങ്ങാൻ വന്നു, പിന്നെ പിരിയാൻ വന്നു, ഇതിനിടയിൽ ചെയ്തിട്ടില്ല. അതൊരു എക്സ്പീരിയൻസ് പറയുന്നതാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ പേജിൽ അല്ലാത്തതിന്റെ പ്രശ്നമാണ്. ചിലപ്പോൾ ഒരാളുടെ ആശയത്തിന്റെ പുറത്തായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പം എന്റെ ആശയമായിരിക്കും. അപ്പിന്നെ ഞാൻ എന്റെ ആശയം ഞാൻ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അതിന്റെ ആ ഒരു പ്രോഫിറ്റ് സൈഡ് മാത്രമായിരിക്കും എന്ത് ചെയ്യും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു ചലഞ്ചിങ് ഏരിയ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അപ്പുണ്ണി പ്രതീക്ഷിക്കുന്ന എനിക്ക് തുടങ്ങിയ ഒരു മാസം 2 മാസം കഴിഞ്ഞ് എനിക്ക് ഇത്ര ലാഭം വരും എന്ന രീതിയിലേക്ക് ആയിരിക്കും വരും. അപ്പൊ അതായത് കൂടുതൽ അതിനൊരു ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ ചാലഞ്ചസിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്പുണ്ണി കാശ് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ 3 മാസം 6 മാസം കഴിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ സ്വാഭാവികമായിട്ട് അപ്പുണ്ണി ഒരു വിളിക്കും സംസീറെ, അല്ലെങ്കിൽ ആ ഒരു അതായത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ആശയം ഒരു പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യണം. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അപ്പുണ്ണി എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ബിസിനസ് എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഒരു മിനിമം ഒരു 3 to 5 yearsന്റെ ഒരു വിഷൻ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത തമ്മിലുള്ള. അതോടൊപ്പം തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഡോക്യുമെന്റേഷന്റെ പ്രാധാന്യം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് ഞാൻ മിസ് ചെയ്തു ആക്ച്വലി. അത് എന്താ പറയാ, പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി. അതാണ് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞത്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അത് ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. ഇനി ഖത്തറിലെ ചില ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ, ഖത്തറിൽ ഒരു ബിസിനസ് ആശയമുണ്ട് എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് 100% ഓണർഷിപ്പ് പോളിസി. ശരിക്കും അതിലേക്ക് തോന്നുന്നു പലർക്കും അതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനെ ഒന്ന് വിശദീകരിക്കാവോ? ഇപ്പോൾ റീസെൻ്റ്ലി ഖത്തർ ഗവൺമെന്റ് 100% ഫോറിൻ ഓണർഷിപ്പ് നമുക്ക് കമ്പനി തുടങ്ങാമെന്ന രീതിയിൽ മിനിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസിനെയും അവരെ ലോ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അവരുടെ സിംഗിൾ വിൻഡോ പോർട്ടലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതെല്ലാം ബിസിനസ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് 100% ഫോറിൻ ഓണർഷിപ്പ് തുടങ്ങാമെന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അവർ ഈ ഒരു ആശയം കേട്ടത്. അവർക്കൊരു 100% അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്?
ഏതൊക്കെയാണ് ആ കാറ്റഗറികളുള്ളത്? അത് കാറ്റഗറികൾ തൗസൻഡ്സിലധികം ഉണ്ട്. അപ്പൊ എനിക്ക് അത് എണ്ണി പറയാൻ പറ്റും. പക്ഷേ പിന്നെ റിയൽ എസ്റ്റേറ്റ് പറ്റില്ല, കാരണം നമുക്ക് കഴിയാത്ത പറയുന്നതായിരിക്കും നല്ലത്. കുറച്ച് റിയൽ എസ്റ്റേറ്റ് പറ്റില്ല, അതുപോലെ മാൻ പവർ 100% ഫോറിൻ ഓണർഷിപ്പ് പറ്റത്തില്ല. പിന്നെ ഇപ്പൊ റീസെന്റ് കോൺട്രാക്ടിങ് കമ്പനീസ് ആദ്യം 100% ഫോറിൻ ഓണർഷിപ്പിൽ കഴിയുമായിരുന്നു. ഇപ്പൊ റീസെന്റ് അവരെന്ത് ചെയ്തു, മിനിമം 30% ഒരു ഖത്തറി പാർട്ട്ണർ ഉണ്ടായിരിക്കണം എന്നുള്ള അമെൻമെന്റ് വന്നിട്ടുണ്ട്. പിന്നെ മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ അപ്രൂവൽസ്, സ്പെഷ്യൽ അപ്രൂവൽസ് വേണ്ട കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഇപ്പോൾ ലിമോസിൻ, റെന്റ് എ കാർ, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സ്പെഷ്യൽ അപ്രൂവൽ വേണ്ട കുറച്ച് ആക്ടിവിറ്റീസ്, അതും നമ്മുടെ ഖത്തറി പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തുടങ്ങാൻ കഴിയും. അല്ലാതെ നോർമൽ ട്രേഡിങ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100% ഫോറിൻ ഓണർഷിപ്പ് തുടങ്ങാൻ പറ്റും. പിന്നെ സർവീസുകൾ, IT സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലും ചില മേഖലകളിൽ ഖത്തറി പാർട്ട്ണർ വേണമെന്ന് പറയുന്നത്. അത് മുഴുവനായിട്ട് വേണമെന്നൊന്നുമില്ല, സെർട്ടൺ പെർസെൻറ്റേജ് എങ്കിലും അവരുടെ പേരുണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആക്ച്വലി വലിയൊരു 1400-ലധികം ബിസിനസ് ആക്ടിവിറ്റീസ് അവർ ലിസ്റ്റ് ചെയ്യപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ സിംഗിൾ വിൻഡോ എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ കീവേഡ് വെച്ചിട്ട് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി ചെക്ക് ചെയ്താൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും, നമുക്കറിയാനായിട്ട്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓഫീസിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഞാൻ അവർക്ക് എന്ത് ചെയ്യാം, കൺസൾട്ടേഷൻ കൊടുക്കാം. കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അവരെ സപ്പോർട്ട് ചെയ്യാനാണ്. അതിനായിട്ട് ഒരു നല്ല ടീമുണ്ട് തീർച്ചയായിട്ടും. അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു കൺസൾട്ടേഷൻ കൊടുക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു കൺസൾട്ടേഷൻ ലഭിച്ചേക്കും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 100% ഓണർഷിപ്പ് പോളിസി, ഇതൊക്കെ ഓരോ മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മളെ ഈ സമയത്ത് ഖത്തർ എങ്ങനെയൊക്കെയാണ്, ഈ രാജ്യം എങ്ങനെയൊക്കെയാണ് നമ്മളെ ബിസിനസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്? അതിനെങ്ങനെയാണ് ഷംസീർജി നോക്കി കാണുന്നത്? അല്ല, നമ്മളെ ഫോറിനർ ആയിട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 100% അപ്രൂവൽ തന്നെ തന്നതെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, വൺ തിങ്. കാരണം ആദ്യം നമുക്കൊരു ലോക്കൽ പാർട്ണർ നിർബന്ധമായിട്ടും വെക്കേണ്ടതുണ്ടായിരുന്നല്ലോ, അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണല്ലോ. പിന്നെ ഇവിടെ ഇപ്പം പ്രോപ്പർട്ടീസ് വാങ്ങാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ പേരിൽ, അപ്പണിക്ക് അറിയാലോ. ഗോൾഡൻ വിസ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് അവർ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. അത് വലിയൊരു കാര്യങ്ങളാണ്. കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, 100%. ഇപ്പോൾ എസ്ദാനൊക്കെ മുക്കേർ ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 700,000 to 800,000 റിയാലിന് തന്നെ നമുക്ക് 2 BHK ഫ്ലാറ്റൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ പേരിൽ സ്വന്തമായിട്ട് വാങ്ങിക്കാം. ലുസൈൽ ഏരിയകളിൽ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇപ്പം നമ്മുടെ QNCCയിലും DECCയിലും കണ്ടിന്യൂസ് എക്സ്പോ. ഇതെന്തിനാ വെക്കുന്നത്? ആക്ച്വലി ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോ എന്ന് പറഞ്ഞ ഒരു വലിയൊരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവിടെ അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ട് അവർ എക്സ്പോ കൊണ്ടുവരുന്നുണ്ട്. ആ എക്സ്പോയില് ആ ഇൻഡസ്ട്രീനെ ഷോക്കേസ് ചെയ്യാനും, അപ്പൊ അത് കാണാൻ വരുന്ന ആളുകൾ തമ്മിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അവിടെ ബൈയിങ് സെല്ലിംഗ് നടക്കുന്നുണ്ട്. ഗവൺമെന്റ് എനിക്ക് 2 എക്സ്പോ സെന്റർ നമുക്ക് QNCC ഉണ്ട്, DECC ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അവിടെ എന്തുന്നുണ്ട്, എക്സ്പോസ് നടക്കാറുണ്ട്. അത് വലിയൊരു സപ്പോർട്ടാണ് മാർക്കറ്റിൽ ആക്ച്വലി. അതോടൊപ്പം തന്നെ ഇപ്പോൾ വീണ്ടും അഡ്രസ് ഗേറ്റ് വേയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വിദേശത്ത് നിന്ന് ഒരാൾക്ക് ഇവിടേക്ക് നിക്ഷേപം താല്പര്യമുണ്ട്, അതിനെങ്ങനെയാണ് അഡ്രസ് ഗേറ്റ് വേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? അല്ല, ഈ നിക്ഷേപം ഉദ്ദേശിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം, പ്രോപ്പർട്ടി വാങ്ങിക്കാം. ഈ 2 രീതിയിലാണല്ലോ നമുക്ക് നിക്ഷേപം വരുന്നത്. തീർച്ചയായിട്ടും ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാനാണ് അഡ്രസ് ഗേറ്റ് വേ ഉള്ളത്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആക്ച്വലി ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ല, പക്ഷേ വി ക്യാൻ അസിസ്റ്റ് ദം. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഒരു നിക്ഷേപകൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഷംസീർജി നോക്കി കാണുന്ന ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയ ഏതാണ്? ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യം നിലനിൽക്കുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാം, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ്. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് വലിയ ബിഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എപ്പോഴും എവിടെയാണ്? ഇപ്പോൾ നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ അൽക്കോറിൽ ഇവരുടെ പുതിയ എക്സ്പാൻഷൻ, നോർത്ത് ഫീൽഡ് എക്സ്പാൻഷൻ പ്ലാനിൽ വലിയ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്ന പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് വിദേശ കമ്പനികൾ അവിടെ വന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ആക്ച്വലി ഒരു വലിയ പ്രോജക്റ്റ് എന്ന് വേണം. അതിന് റിലേറ്റഡ് ആയിട്ട് വലിയ ബിസിനസ് നടക്കുന്നത്. പക്ഷെ അല്ലാതെ തന്നെ
സ്വാഭാവികമായിട്ടും ട്രേഡിങ്ങുകളിലും പിന്നെ മറ്റ് സർവീസുകളിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഖത്തറിന്റെ വിഷൻ 2030. ആ സമയമാകുമ്പോഴേക്കും അഡ്രസ് ഗേറ്റ്വേയുടെ വിഷൻ എന്താണ്? ഖത്തറിനോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഖത്തറിനോടൊപ്പം തന്നെ വളരാനുള്ള ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ അഡ്രസ് ഗേറ്റ്വേ 10 വർഷമാകാൻ പോകുന്നു 2026-ലേക്ക്. 2030 അഡ്രസ് ഗേറ്റ്വേക്ക് ഒരു വിഷനുണ്ട്. ഞങ്ങളിപ്പം അക്രോസ് GCCയിലുള്ള ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രസൻസ് ഇല്ല. അപ്പോൾ അഡ്രസ് ഗേറ്റ്വേ 2030 ആകുന്ന സമയത്ത് ദുബായിലും റിയാദിലും പ്രസൻസ് ഉണ്ടാകുമെന്നാണ്. അതുകൂടാണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. പ്ലസ് മിനിമം ഒരു 100 പേർക്കെങ്കിലും ജോലി കൊടുക്കണം എന്നാണ് അഡ്രസ് ഗേറ്റ്വേൻ്റെ ഒരു വിഷൻ. അതുകൂടാണ്ട് അഡ്രസ് ഗേറ്റ്വേ പിന്നെ അണ്ടറിൽ ദുബായിലും ഖത്തറിലും റിയാദിലും ബിസിനസ് സെന്ററുകൾ ലോഞ്ച് ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. ഓൺ ബിസിനസ് സെന്റർ. ഇപ്പോൾ ഗേറ്റ്വേയിൽ ബിസിനസ് സെന്റർ ഉണ്ടോ? ഇപ്പോൾ ഒരു മിനി ബിസിനസ് സെന്റർ ആണ് ആക്ച്വലി. അതൊരു ഫുൾ ഫ്ലഡ്ജ് ബിസിനസ് സെന്റർ എന്ന് പറയാൻ പറ്റില്ല. ഫുൾ ഫ്ലഡ്ജ് ബിസിനസ് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വരുന്ന സമയത്ത് അവർക്ക് ഇനഫ് വർക്ക് സ്പേസ്, ഓഫീസുകൾ, അതിന്റെ എക്കോസിസ്റ്റം എല്ലാം ഉണ്ടാവണം. പക്ഷെ അഡ്രസ് ഗേറ്റ്വേയുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൂടുതലും ഞങ്ങളുടെ സർവീസിനെ നമ്മുടെ ടീമിനെ ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഭാഗം യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു കുറച്ച് ഭാഗങ്ങളിൽ നമുക്ക് ഓഫീസ് കൊടുക്കുന്നത്, പിന്നെ ഒരു മിനി കോൺഫറൻസ് ഹാളുണ്ട്. അത് പറഞ്ഞു വന്നപ്പോഴാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സെൽഫ് ലേണിംഗ്, സെൽഫ് ട്രെയിനിങ്. ഏതൊരു ബിസിനസ്സിലാണെങ്കിലും ശരി, ഏതൊരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിലും ശരി, സ്വന്തം സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ അപ്ഡേറ്റഡ് ആക്കി ഇരുത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതുവഴി നമ്മൾ ഓഫ് ദ മൈക്ക് സംസാരിച്ച സമയത്ത് ഷംസീർജി പറഞ്ഞു അങ്ങനെയുള്ളൊരു ട്രെയിനിങ് ഇടമായിട്ട് നമ്മുടെ അഡ്രസ് ഗേറ്റ്വേ മാറും എന്നുള്ളത്. എന്താണ് അതിലുള്ളൊരു വിഷൻ? എന്താണ് ആക്ച്വലി അഡ്രസ് ഗേറ്റ്വേയുടെ പുതിയ ലൊക്കേഷനിൽ ഒരു മിനി കോൺഫറൻസ് ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 35 to 40 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. അതിൻ്റെ പർപ്പസ് തന്നെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ്. കാര്യം ഞാൻ ബിസിനസ് ഓണേഴ്സിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഒരു പുതിയ ബിസിനസ് തുടങ്ങാനാണ് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിന് വേണ്ടത് ആക്ച്വലി ഓണേഴ്സ് അവരുടെ ടീമിനെ എംപവർ ചെയ്യുക എന്നുള്ള വലിയൊരു ചലഞ്ച് ഉണ്ട്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 2 പേരോട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മളാണ് മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ അതേ മൈൻഡ് സെറ്റിലോ അല്ലെങ്കിൽ അതേ ഒരു എനർജിയിലും നമ്മുടെ കൂടെ നമ്മുടെ ടീമും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വർക്ക് കുറച്ച് ഈസി ആകും. ഇപ്പോൾ ആക്ച്വലി എന്റർപ്രനേഴ്സ് ഇപ്പോൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആണ്. നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യും. നമ്മുടെ ടീമിനെയും കൂടി ആ ഒരു നമ്മുടെ കമ്പനിയുടെ വിഷൻ അല്ലെങ്കിൽ ആ പ്രോസസ്സിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പനി ഈസി ആയിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകും. അപ്പോൾ അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 54 ആഴ്ചത്തെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് മൊഡ്യൂൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും 2026 ജാനുവരി മുതൽ എല്ലാ ശനിയാഴ്ചയും അവിടെ എന്തുണ്ടാവും, സെഷൻസ് ഉണ്ടാകും. ആക്ച്വലി ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും. ഇപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം ഒരു ദിവസം, സെയിൽസ് സ്ട്രാറ്റജി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ പിന്നെ പേഴ്സണാലിറ്റി, അങ്ങനെ ഡിഫറെൻറ്റ് ടോപ്പിക്. അത് ഞാൻ ഒരു 25ഓളം ട്രെയിനേഴ്സിനെ ഓൺബോർഡ് ചെയ്തിട്ട് അവർ ഓരോ ദിവസം ഓരോ ശനിയാഴ്ചയും ഓരോ ടോപ്പിക് ആയിരിക്കും, ഓരോ ഡിഫറെൻറ്റ് ട്രെയിനേഴ്സ് ആയിരിക്കും വന്ന്. അപ്പോൾ ഇതായത് ഒരു കമ്പനി ഏത് വയ്ക്കട്ടെ, ഒരു എക്സ് കമ്പനിക്ക് അവരുടെ സ്റ്റാഫുകളെ അങ്ങോട്ട് അയക്കാം, അഡ്രസ് ഗേറ്റ്വേയിലേക്ക് അയച്ച് അവിടെ 25 പേര് ചേർന്നിരുന്ന് പലതരത്തിലുള്ള വിഷയങ്ങൾ, അവർക്ക് വേണ്ട വിഷയങ്ങളെ അവതരിപ്പിച്ച് അതിന് പറ്റുന്ന ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ കൊടുക്കും. അതായത് ഇപ്പൊ ഇവിടെ വെച്ച് ഹോട്ടലുകളിലൊക്കെ നടക്കുന്നതിന്റെ മറ്റൊരു രൂപം വളരെ റീസണബിൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൊടുക്കുക. കാരണം ഇപ്പൊ അഡ്രസ് ഗേറ്റ്വേയിൽ വരുന്ന ക്ലയൻസിന് സ്പെഷ്യൽ പ്രൈസ് ഉണ്ടാകും, അല്ലാത്ത ആളുകൾക്കും എന്ത് ചെയ്യാം, അവരുടെ സ്റ്റാഫിനെ അയക്കാം. അതും ഒരു വളരെ റീസണബിൾ ആയിട്ട്. കാര്യം നമ്മുടെ ഓൺ ലൊക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് എക്സ്പെൻസീവ് ആണല്ലോ, അറിയാം. ഇതാകുമ്പോൾ വളരെ റീസണബിൾ ആയിട്ട് പിന്നെ അത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൽ തന്നെ കാറ്റഗറിയിൽ ടെക്നിക്കൽ സ്കിൽ ഉണ്ടാവാം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം,
ഓ നല്ലൊരു എല്ലാം. അതായത് നമ്മളെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പൊ നമ്മളൊരു അക്കൗണ്ടന്റിനെ എടുത്തു, ആ വ്യക്തി അക്കൗണ്ടിങ്ങിൽ പെർഫെക്റ്റ് ആയിരിക്കും, കാരണം അദ്ദേഹം പഠിച്ചു വന്നതായിരിക്കും. പക്ഷെ അദ്ദേഹം അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടല്ലോ. അങ്ങനെ സ്കില്ലുള്ള ഒരാളെയാണ് ഏത് എന്റർപ്രണർക്ക് ആവശ്യം, അല്ലേ? ഉദാഹരണത്തിന് ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് ഫിനാൻസ് കൺട്രോളർ ആവുന്ന രീതിയിലെ. അതെ, അതായത് ആ അക്കൗണ്ടന്റ് ജോലി അയാൾ പെർഫെക്റ്റ് ആയിരിക്കും, കണക്ക് എഴുതുക, കൂട്ടുക, പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ആളെ ഈ പിന്നെ ഓണറുടെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താണ്, അയാൾക്ക് ട്രെയിനിങ് കൊടുക്കണം. മനസ്സിലായി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അയാളെ ജോലിയിലുള്ള ട്രെയിനിങ് അല്ല, അത് അയാൾ പെർഫെക്റ്റ് ആണ്, സ്കിൽ ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ, സെയിൽസ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അതായത് നമ്മുടെ മൂഡ്, അതായത് മൈൻഡ് സെറ്റ് അറിയാലോ, ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ വെച്ചിട്ട് അവരെ എംപവർ ചെയ്യുക, അവരൊരു വേറെ രീതിയിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ ചെയ്യും, അയാൾക്കും ഒരു ഫീൽ, ആ വ്യക്തിയും ഒക്കെ ഓണറെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ഓർഗനൈസേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അത് മാത്രമല്ല ഓണർക്കും ഫ്രീ ആവും. കാരണം ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ അയാൾ രാവിലെ വരിക, എന്റെ ജോലി അക്കൗണ്ടിങ് ആണ്, ആ മൈൻഡ് സെറ്റിലാവും. പക്ഷെ ഒരു പിന്നെ നമ്മളൊരു കമ്പനിയുടെ വിഷനേക്കാളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ്സിലേക്ക് കൊണ്ടുവന്നാൽ ആൾ വരുമ്പോൾ ഇത് എന്റെ സ്ഥാപനമാണ് എന്ന രീതിയിലായിരിക്കും വരിക. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാന്നുള്ളതാണ്. പക്ഷെ ഇനി ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു പോകുന്ന ഒരു സംഭവമാണ് AI അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന മേഖലകളും കാര്യങ്ങളൊക്കെ. എന്താണ് അഡ്രസ് ഗേറ്റ് വേയുടെയോ അല്ലെങ്കിൽ അഡ്രസ് ഗേറ്റ് വേയുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കൊക്കെ നൽകാൻ എന്തെങ്കിലും പദ്ധതികളും പ്ലാനുകളും ഒക്കെ ആയോ? AI, ഓട്ടോമേഷൻ, ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ഓൾറെഡി AI ഇല്ലാത്ത എനിക്ക് തോന്നുന്നു ഒരു എല്ലാം, കാരണം CRM കാര്യങ്ങളോ AI ഒഴിവാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ്സും ഇനി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ സെഷനിൽ തന്നെ AI റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. പിന്നെ അപ്പോൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ AI റിലേറ്റഡ് ഞങ്ങൾ തന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രൊമോഷണൽ വീഡിയോസ് പ്രയോജനം അത് നമ്മുടെ ആളുകൾക്കും എന്ത് ചെയ്യാം, കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന IBD എന്ന് പറയുന്ന ഒരു ആശയം ഷെയർ ചെയ്തുകൊണ്ടാണ് 2019 IBD എന്ന് പറയുന്ന ഒരു ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ്. എവിടെ എത്തി നിൽക്കുന്നു ആശയം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. കാരണം നമ്മൾ അന്ന് ഒരുപാട് സംസാരിച്ചിട്ട് എനിക്ക് ഒരു റേഡിയോ ടോക്കും കാര്യങ്ങളും ഓൺലൈൻ എന്നെ ഒരു ഫോൺ കോളിൽ ഒരു ഇന്റർവ്യൂ ചെയ്തായിരുന്നു 2019. ആക്ച്വലി IBD എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബിസിനസ് ഡെലിഗേഷൻ സമ്മിറ്റ് എന്ന് പറയുന്നത് അന്ന് ഇതുപോലെ തന്നെ ബിസിനസ് സെറ്റപ്പ് തന്നെയായിരുന്നു. അപ്പം അതിനൊരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എങ്ങനെ ആളുകളെ ഖത്തറിലേക്ക് അട്രാക്ട് ചെയ്യാവുന്ന ഒരു ആശയത്തിൽ നിന്നുണ്ടായതാണത്. ആ സമയത്ത് നമുക്ക് നമ്മളെ ഖത്തറിനെ പിന്നെ പൊസിഷൻ ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാനോ നമുക്ക് നല്ല ടൂൾ ഉണ്ടായിരുന്നു, ഫിഫ. കാരണം ആളുകൾ ഇങ്ങനെ ഖത്തറിൽ നോക്കിയിരിക്കുന്ന സമയമായതുകൊണ്ട് അന്ന് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തൊരു ആശയമാണ് എന്ത്, ഖത്തറിന് പല, അതായത് ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടിയാണ്, പക്ഷെ പല സ്ഥലം നമ്മുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് പല സ്ഥലത്തു നിന്നും ആളുകൾ അങ്ങോട്ട് കൊണ്ടുവന്ന് 2-3 days ഒരു ബിസിനസ് സമ്മിറ്റ് പോലെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ 2019 ചെയ്തു. അത് ഖത്തർ ചേംബറൊക്കെ അന്ന് നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട അവരുടെ വെന്യൂ വരെ തന്നു. അതുകൂടാണ്ട് ഈ ഡെലിഗേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വരാനുള്ള ആളുകൾക്ക് ഗവൺമെന്റ് ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിസ തന്നു മിനിസ്ട്രി. ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തായിരുന്നു. പിന്നെ QFZ, QFC, QDB, QNB എല്ലാം ഒരു നന്നായിട്ട് സപ്പോർട്ട് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു IBD. അതിന് 2019 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് April 28 to May 1 ആയിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീംസ് എല്ലാം ഇരുന്ന് ഒന്നുകൂടി ബ്രെയിൻ സ്റ്റോം ചെയ്തു. അന്ന് നമ്മളൊരു ടെസ്റ്റ് പോലെ ചെയ്തു. 2020 നമുക്കൊന്നുകൂടെ ഒരു 100 cities ഫോക്കസ് ചെയ്തിട്ട് 100 cities 1000 ബിസിനസ് ഓണേഴ്സിനെ കൊണ്ടുവന്നൊരു ലാർജ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടു. അത് ഞങ്ങൾ പിന്നെ മിനിസ്ട്രിയിൽ എൻ്റെ പിന്നെ ബോസ് ഖത്തറി പാർട്ട്ണറുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് മിനിസ്ട്രിയിലേക്ക് സബ്മിറ്റ് അവർ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓരോ സിറ്റിയിലും ഓരോ റോഡ് ഷോ നടത്തിയിട്ട് April 6 to 9 എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 27 cities ഞങ്ങൾ റോഡ് ഷോ ചെയ്തു. റോഡ് ഷോ ഡയറക്റ്റ് പോയി പോവാൻ മാത്രമല്ല, നമ്മൾ ഓരോ സ്ഥലത്തും ഒരു റോഡ് ഷോ നടന്ന ഒരു ഇവന്റ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്തു. അതിപ്പം മലേഷ്യ, സിംഗപ്പൂർ, ഫിലിപ്പീൻ, ഇന്തോനേഷ്യ, ടുണീഷ്യ, കെനിയ, ബംഗ്ലാദേശ്, ഈവൻ വിത്ത്
പാകിസ്ഥാനിൽ പോവാണ്ട് ഇസ്ലാമാബാദിൽ ചെയ്തു. അത് ഞാൻ അപ്പുണ്ണിയോട് ഫ്രണ്ട്ലി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു ഇവൻറ്റ് ഓർഗനൈസർ ആയിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ രാജ്യത്തും ആ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓക്കെ അവർ അവിടെ ചെയ്തായിരുന്നു. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് നല്ല നല്ല രജിസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയാം അതൊരു 2020 ഫെബ്രുവരി 25 ബംഗ്ലാദേശിൽ ധാക്കയിൽ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ സുഹൃത്തും എൻ്റെ IBDൻ്റെ പാർട്ണറായിട്ടുള്ള വിനീത് ഞാനും എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കോവിഡ് കാണുന്നു. തിരിച്ച് നമ്മൾ ഖത്തറിലെത്തിയ സമയത്ത് എല്ലാവരും ലോക്ക്ഡൗൺ ആയി, അറിയാലോ. പിന്നെ 2 വർഷം നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നെ റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പിന്നെ സന്തോഷം എന്ന് പറയുന്നത് ഈ 27 സിറ്റിയിലും ഇപ്പോഴും ആ ഒരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇനിയും അതൊരു ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിച്ച ആശയത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴുണ്ട്, ഡോർ ഇപ്പോഴും ഓപ്പൺ ആണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഇപ്പോഴും പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഇപ്പോഴും പല പല സിറ്റിയിൽ നിന്ന് ആളുകൾ വന്നു പോകാറുണ്ട് ഞങ്ങളുടെ അടുത്ത്. പക്ഷെ ഒരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾ ചെയ്യാറില്ല, ചെറിയ ചെറിയ ഡെലിഗേഷൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പഴയ സ്റ്റേജിൽ റിയാക്ടിവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അല്ല വലിയ ആശയമാണല്ലോ. ഖത്തറിലേക്ക് ഒരുപാട് പേര് വരുന്നു, ഖത്തറിൽ നിന്നും ഒരുപാട് പേര് മറ്റു സ്ഥലങ്ങളിലേക്ക് നിക്ഷേപങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. ഖത്തറിനെ അറിയുന്നു, ഖത്തർ അറിയുന്നു. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശയങ്ങളും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ്. യാത്ര വളരെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ ബക്കറ്റ് ലിസ്റ്റിൽ ഏതാണ്? അല്ല, ഇനി നെക്സ്റ്റ് പോകാൻ ആഗ്രഹമുള്ള കൺട്രീസ് പറയാം. UK ഇതുവരെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, ആഗ്രഹമുണ്ട്. ജപ്പാൻ ആഗ്രഹമുണ്ട്. പിന്നെ റഷ്യ ഞാൻ പോയിട്ടില്ല. സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റ്, അതായത് ഈ ജപ്പാൻ, റഷ്യ, UK ഒക്കെ ഒരു ബിസിനസ് രീതിയിലാണ് ഞാൻ കാണുന്നത്. പക്ഷെ ടൂറിസ്റ്റ് ആയിട്ട് പോകാൻ എനിക്ക് ആഗ്രഹം. ഈജിപ്ത് പോയിട്ടില്ല, മൊറോക്കോ പോയിട്ടില്ല, പോകണമെന്നുണ്ട്. ഓക്കെ, ശരിക്കും ഷംസീർ ഭായിയുടെ റീലുകൾ ഞാൻ വളരെ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ യാത്രകളെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഷംസീർജി ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അഡ്രസ് ഗേറ്റ്വേനെ ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും പരിചയപ്പെടുത്താൻ സാധിച്ചു എന്ന് കരുതുന്നു. കാരണം നിങ്ങളുടെ വിഷൻ ഒരുപാട് വലുതാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലാനിലും പദ്ധതികളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് ദ മൈക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആ കേട്ട ആശയങ്ങളെല്ലാം മനോഹരമാണ്. എല്ലാവിധ വിജയാശംസകളും അഡ്രസ് ഗേറ്റ്വേക്കും ഷംസീർ ഭായിക്കും നിങ്ങളുടെ ടീംമേറ്റ്സിനും. താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ പുതിയ ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാൽ പോലും അപ്പുണ്ണി വന്നതിൽ വളരെ സന്തോഷം. ഇങ്ങനത്തെ പ്രോഗ്രാമിലേക്ക് എന്നെ പരിഗണിച്ചതിൽ വളരെ സന്തോഷം. കാര്യം അമീർജിയും അപ്പുണ്ണിയൊക്കെ തുടക്കം മുതൽ തന്നെ സുഹൃത്ത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൽ വളരെ സന്തോഷമുണ്ട് കൺസിഡർ ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്.